ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ റിസപ്ഷൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് കല്യാണമാണ്. അപ്പോൾ സെബുവിൻ്റെ കല്യാണം നമ്മളെല്ലാവരും ഇറങ്ങി ആരാൻ അമ്പലത്തിൽ താലി കെട്ടാൻ വേണ്ടി പോവാണ്. കരിക്കയത്ത് അമ്പലത്തിൽ വെച്ചാണ് താലി കെട്ടുന്നത്. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, കല്യാണം ഒരു 9:30 ആയിരുന്നു. നമ്മൾ നേരത്തെ 7 മണി ആ ഒരു സമയപ്പോഴേ ഇറങ്ങി ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി. അപ്പോൾ ആദ്യം പോയത് ആറ്റുകാൽ അമ്പലത്തിലാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ അമ്മയുടെ അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ പോയി കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്. അപ്പം നമ്മുടെ ഇവിടെ കാറിലുണ്ടായിരുന്നത് അച്ചാമ്മ, പിന്നെ അച്ചാമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ ബിന്ദുമ്മ ഉണ്ടായിരുന്നു, പിന്നെ വിപിൻ ചേട്ടനും ഉണ്ടായിരുന്നു, പിന്നെ ഞാനും. നമ്മൾ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് കാറിൽ സെബുവിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം അത് കഴിഞ്ഞ് ആറ്റയിൽ പോയി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് പോയത്. അവിടെ വെളിയിൽ നിന്നിങ്ങനെ തൊഴുതു. അത് കഴിഞ്ഞ് അവിടുത്തെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ ഇനി അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വേറെങ്ങോല കരിക്കയത്ത് അമ്പലത്തിൽ വെച്ച് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കുറേ പേര് തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മീനുകൾ വരുമല്ലോ. അപ്പം മീനുകളുടെ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റി. കുറേ നല്ല മീനുണ്ടായിരുന്നു. നല്ല മുഴുത്ത മീൻ വന്ന് ഈ പടിയുടെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അന്ന് ഫസ്റ്റ് കണ്ടതാണ്, കഴിഞ്ഞ വർഷമൊക്കെ. അപ്പം അതിൽ പിന്നെ ഇപ്പോഴാണ് മീനിനെ കാണുന്നത് ഇത്ര അടുത്തായിട്ട്. അല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നോക്കുമ്പോഴൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ കരിക്കയത്ത് അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വന്നിട്ട് പിന്നെ അവിടെ കയറി ആദ്യം തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നല്ല അടിപൊളി അമ്പലം കേട്ടോ. നല്ല രസമുണ്ട്. കുറേ ദൈവങ്ങളും ഉണ്ട്. കുറേ കാണാനൊക്കെയാണ് അടിപൊളിയാണ്. ഇഷ്ടത്തിന് നല്ല സ്ഥലവും നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണെന്ന് പറയാം. കുറേ വൃക്ഷങ്ങളുണ്ട്. ഓരോ നാളനുസരിച്ച് ഓരോ വൃക്ഷങ്ങൾ അതൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ അങ്ങനത്തെ കുറേ നേർച്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ആ സെബും എല്ലാം കയറി തൊഴുത് പിന്നെ ഇറങ്ങി വന്ന് അവൾക്ക് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾ വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചേട്ടനും കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അവളും കുറേ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വിപിൻ ചേട്ടൻ ഫോട്ടോഷൂട്ട് എടുക്കുന്നു, ഇടയ്ക്ക് എൻ്റെ ഫോട്ടോയൊക്കെ എടുക്കും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എന്തായാലും കിട്ടി ആ ഒരു പോക്കിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ മുഹൂർത്തമായപ്പോഴത്തേക്ക് പിന്നെ അമ്പലത്തിൽ കയറി.
താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മണ്ഡപത്തിൽ വന്നു. ഇനി മണ്ഡപത്തിൽ മാലയിടൽ അങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ മാളു ചേച്ചി ജസ്റ്റ് ഒക്കെ ടച്ചപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ മണ്ഡപത്തിലോട്ട് ഇനി പോവാണ്. വേണ്ട 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 വായിക്കേ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെബുവിന് ഇനിയും പോകാനുള്ള സമയമായി ചെറുക്കൻ്റെ വീട്ടിലോട്ട്. അപ്പം അതിന് വേറെ രണ്ടാമത്തെ സാരി ഉണ്ടായിരുന്നു, ആ സാരിയൊക്കെ ഉടുപ്പിച്ച് മണ്ഡപത്തിൽ വന്ന് അതും എടുക്കണം, ഈ ബുക്ക് എടുക്കണം. അത് കാറി ഇടണോ? അത് കാറി ഞാൻ എടുക്കൂലേ കാർ കൊണ്ടിടാം. കരപ്പിക്കളയല്ലേ. ആ പുട്ട് രതീഷാണ് പോയി. സെബു പോണ് ഗൈസ്. സൈഡ് 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 ഈ കല്ല് നമ്മൾ കൊടുത്തിട്ട് നീ വെച്ചാ നിന്റെ കൈ ഇരിക്കട്ടടാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീട്ടിൽ പോയിട്ട് ഈ സ്റ്റേയിലെല്ലാം വലിച്ചൂരി കളയണം, എന്നാലേ ഒരു ആശ്വാസമാകത്തുള്ളൂ. ഓക്കെ, ബൈ.